ഭാരതം ഇന്ന് ആഗോളതലത്തിൽ ഒരു അജയ്യ ശക്തിയായി വളരുന്നത് അമേരിക്കയിലിരുന്ന് അഭിമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു അമേരിക്കൻ മലയാളി എന്ന നിലയിൽ എൻ്റെ മാതൃരാജ്യത്തിന് നേരെ ഉയരുന്ന ഓരോ ഗൂഢനീക്കത്തെയും തുറന്നു കാട്ടാൻ പ്രത്യേകിച്ചൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനും ബാധ്യസ്ഥനാണ്. അതിനിടയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അമേരിക്കൻ സെനറ്റർ മാർക്കോ റൂബിയോയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയും ഫിലിപ്പീൻസിനെ കൂടെ ക്വാഡിലേക്ക് ഉൾപ്പെടുത്തി ചൈനയുടെ ആധിപത്യത്തിന് തടയിടാനുള്ള ഭാരതത്തിൻ്റെ തന്ത്രപരമായ നീക്കങ്ങളും നാം കാണുന്നുണ്ട്. കടലിൽ അപകടത്തിൽപ്പെട്ട ചൈനീസ് പാകിസ്ഥാനി ക്രൂ അംഗങ്ങളെ പോലും രക്ഷിക്കുന്ന അത്യുന്നതമായ മോറൽ എത്തിക്സ് ഭാരതം കാട്ടുമ്പോൾ, മറുവശത്ത് വിദേശ ശക്തികൾ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമിയെ തകർക്കാൻ ഇന്ത്യക്കുള്ളിൽ ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിക്കാൻ കഠിനമായി പരിശ്രമിക്കുകയാണ്. വിദേശ അജണ്ടകൾക്ക് ഇന്ത്യയിൽ പ്രതിഷേധങ്ങളെ ഹൈജാക്ക് ചെയ്ത് ഒരു റെജീം ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഭരണകൂട അട്ടിമറി നടത്താനുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറായി കഴിഞ്ഞു. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കാൻ ചില പാശ്ചാത്യ ശക്തികളും ഏജൻസികളും പയറ്റുന്ന തന്ത്രങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലും പരീക്ഷിക്കപ്പെടുകയാണ്. അതിൻ്റെ ചരിത്രം നാം പരിശോധിക്കണം. ഒന്നാമതായിട്ട് നമ്മൾ കാണേണ്ടത് ബംഗ്ലാദേശ് മോഡലാണ്. വലിയ ജനപിന്തുണയുണ്ടായിരുന്ന ഷെയ്ഖ് ഹസീനയെ തെരഞ്ഞെടുപ്പിലൂടെ മാറ്റാൻ കഴിയില്ലെന്ന് കണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ മറയാക്കി അവിടെ അട്ടിമറി നടത്തി. അമേരിക്കയിൽ നിന്ന് പ്രൊഫസർ യൂനിസിനെ കൊണ്ടുവന്ന് ഭരണമേൽപ്പിച്ചു. രണ്ടാമത് യുക്രൈനിൽ നടന്ന യൂറോമെയ്ഡൻ വെറും ഒരു കരാറിൻ്റെ പേരിൽ തുടങ്ങിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പാശ്ചാത്യ ഫണ്ടുകൾ ഒഴുകുകയും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ച് സെലൻസ്കിയെ പോലെ ഒരു പാവയെ അധികാരത്തിലെത്തിക്കുകയും ചെയ്തു. മറ്റൊന്ന് നമുക്കെല്ലാം സുപരിചിതമായ അറബ് വസന്തമാണ്. സോഷ്യൽ മീഡിയയിലെ കൃത്രിമമായ ഭരണവിരുദ്ധ വികാരം മിഡിൽ ഈസ്റ്റിലെ സുസ്ഥിര രാജ്യങ്ങളെ തകർത്തെറിഞ്ഞത് CIA പോലെയുള്ള ഏജൻസികളുടെ നിഴൽ സാന്നിധ്യത്തോടെയായിരുന്നു. ഇന്ത്യയിൽ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന ഇതേ സമയം തന്നെ ഈ പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്തത് വെറും യാദൃശ്ചികമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊരു കൃത്യമായ ടൂൾ കിറ്റ് ഓപ്പറേഷനാണ്. അമേരിക്കയിൽ നിന്ന് പഠനം കഴിഞ്ഞ് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പയ്യൻ പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി. ആ പേജ് എങ്ങനെ ഇന്ത്യയിൽ വലിയൊരു പ്രസ്ഥാനമായി മാറി? BJP എന്ന് പറയുമ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയാൻ പറ്റും, വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ചൈനീസ് ജനതാ പാർട്ടി എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും. വിചിത്രമായി ഈ കൂട്ടായ്മയുടെ വളർച്ചയ്ക്ക് പിന്നിൽ വമ്പിച്ച ഫണ്ടിങ്ങും ആൽഗരിതവും കൃത്രിമത്വവും ഉണ്ട്. ഒരു സാധാരണ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുറക്കുമ്പോൾ പോലും CJP പേജ് ഫോളോ ചെയ്യാൻ സജഷൻ വരുന്നത് ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇതിന് കുട പിടിക്കുന്നതിൻ്റെ തെളിവാണ്. ആം ആദ്മി പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള അഭിജിത് DK എന്ന വ്യക്തിയാണ് ഇതിന് പിന്നിൽ. നിക്ഷേപകർക്ക് ഇന്ത്യയിലുള്ള വിശ്വാസം തകർക്കാനും കൃത്രിമമായി ഒരു ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കാനും വിദേശത്ത് നിന്ന് നിയന്ത്രിക്കുന്ന ബോട്ട് അക്കൗണ്ടുകൾ വഴിയുള്ള ഡിജിറ്റൽ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. ഡിജിറ്റൽ ലോകത്തെ ഈ നാടകം തെരുവിലെ കലാപങ്ങളിലേക്ക് വളർത്തുകയാണ് അവരുടെ ലക്ഷ്യം. സമാധാനവാദിയായി വേഷം കിട്ടുന്ന സോനം വാങ്ചുക്കിന്റെ അജണ്ടകൾ നാം തിരിച്ചറിയണം. ലഡാക്കിനെ ചൈനയ്ക്കും കാശ്മീരിനെ പാകിസ്ഥാനും വിട്ടു നൽകണമെന്ന് പണ്ട് പ്രസംഗിച്ച ആളാണ് അദ്ദേഹം. 1988 വാങ്ചുങ് സ്ഥാപിച്ച SECMOL അതായത് സെക്മോൾ എന്ന സംഘടന വിദ്യാർത്ഥികളെ ഒരുമിപ്പിച്ച് കലാപങ്ങൾക്കും റാഡിക്കലിസത്തിനും വളമിടുന്നതാണ്. മാർക്സിസം ത്രൂ മാവോയിസം എന്നതാണ് ഇവരുടെ യഥാർത്ഥ പ്രത്യയശാസ്ത്രം. സ്വീഡനിലെ ഡോണർമാരിൽ നിന്നും മറ്റും നിയന്ത്രണമില്ലാതെ പണം ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നു. ഈ സാമ്പത്തിക അഴിമതികളും സുതാര്യതയില്ലാത്ത ഇടപാടുകളുമാണ് അദ്ദേഹത്തിൻ്റെ FCRA ലൈസൻസ് റദ്ദാക്കാൻ കാരണമായത്. ഇവർ ആവശ്യപ്പെടുന്നത് സിസ്റ്റത്തിലെ നവീകരണമല്ല, മറിച്ച് രാജ്യത്തെ തകർക്കുന്ന അട്ടിമറിയാണ്. പ്രകാശ് രാജിനെ പോലെയുള്ള കടുത്ത മോദി വിരുദ്ധർ ഈ സമരവേദിയിൽ അണിനിരക്കുന്നത് അതിൻ്റെ കൃത്യമായ രാഷ്ട്രീയ അജണ്ട വെളിപ്പെടുത്തുന്നു. ഇന്ത്യൻ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് വളരെ ലളിതമാണ്. പരാജയങ്ങളെ അതിജീവിക്കാൻ പഠിക്കാത്ത ഒരു തലമുറയെ വിദേശ ശക്തികൾക്ക് എളുപ്പത്തിൽ നിയന്ത്രിക്കാനാകും. നീറ്റ് പരീക്ഷയിലെ വീഴ്ചകൾ ഗൗരവകരമാണ്, അത് പരിഹരിക്കപ്പെടണം. എന്നാൽ പരീക്ഷാ ക്രമക്കേടുകൾ ഇന്ത്യയിൽ ആദ്യമല്ല. കേരളത്തിലെ PSCയിൽ പരീക്ഷാ ഹാളിൽ കയറിയ ഉദ്യോഗാർത്ഥിയോട് ചോദ്യപേപ്പർ മാറിപ്പോയെന്ന് പറഞ്ഞ് പരീക്ഷ റദ്ദാക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ആരും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കലാപമുണ്ടാക്കിയില്ല. പരാജയപ്പെട്ടാൽ ആത്മഹത്യ ചെയ്യുന്നവർ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന തത്വത്തിന് യോജിച്ചവരല്ല. ഒരു പരീക്ഷയിലെ പരാജയം ജീവിതത്തിൻ്റെ അവസാനവുമല്ല. എന്നാൽ ഈ നിരാശയെ മുതലെടുത്ത് നിങ്ങളെ ഹൈഡ്രജൻ ട്രെയിനുകൾ ആക്രമിക്കാനും പാർലമെന്റിലേക്ക് അതിക്രമിച്ചു കയറാനും വിദേശ ശക്തികൾ പ്രേരിപ്പിക്കുന്നു. ഇന്ത്യയുടെ നേട്ടങ്ങളായ ഹൈഡ്രജൻ ട്രെയിനിനെയോ വിക്രം 1 പോലെയുള്ള റോക്കറ്റ് വിക്ഷേപണത്തെയോ കുറിച്ച് മിണ്ടാത്ത BBC-യും റോയിറ്റേഴ്സും തുടങ്ങിയ മാധ്യമങ്ങൾ ഇന്ത്യയിലെ കലാപങ്ങൾ ഓരോ നിമിഷവും ആഘോഷിക്കുന്നത് നമ്മെ നന്നാക്കാനല്ല, മറിച്ച് തകർക്കാനാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ തെരുവിലിറക്കി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. 145 കോടി ജനങ്ങളുള്ള ഭാരതത്തിൽ 10 ലക്ഷം പേർ ഡൽഹിയിൽ തടിച്ചുകൂടിയാൽ അത് രാജ്യത്തിൻ്റെ മുഴുവൻ വികാരമാണെന്ന് കരുതുന്നത് വ്യാമോഹമാണ്. ഇന്ത്യയെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അവിടെ ഭരണമാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് ബാലറ്റ് ബോക്സിലൂടെയാണ്.
അല്ലാതെ അക്രമാസക്തമായ തെരുവ് യുദ്ധങ്ങളിലൂടെയല്ല. ഭാരതം നേപ്പാളോ ബംഗ്ലാദേശോ അല്ലെന്ന് ലോകത്തോട് വിളിച്ചു പറയേണ്ട സമയമാണിത്. സമാധാനപരമായ പ്രതിഷേധങ്ങളാവാം, പക്ഷേ അത് ചൈനീസ് അജണ്ടകളുടെയോ അമേരിക്കയുടെ CIA ഫണ്ടിൽ നിന്ന് പണമൊഴുകുന്നത് പോലെയുള്ള ചരടുവലിയിലുമാകരുത്. ഭാരതത്തിന്റെ മണ്ണിൽ അസ്ഥിരതയുണ്ടാക്കി നമ്മുടെ വളർച്ച തടയാൻ ശ്രമിക്കുന്ന ചെന്നായ്ക്കളെ നാം തിരിച്ചറിയണം. ഇന്ത്യയുടെ പരമാധികാരത്തെ പണയം വെക്കാൻ അനുവദിക്കാത്ത ഓരോ ഭാരതീയന്റെയും രോക്ഷമാണിത്.